സ്കൂളിൽ നിന്ന് പാസ് ഔട്ട് ആയ ഉടനെ തന്നെ മോസ്റ്റ്ലി ആ എൻഡ് പീരീഡ് എന്ന് പറഞ്ഞാൽ വളരെ പ്രഷറുള്ള എക്സാംസിൻ്റെയും അങ്ങനെയുള്ള ഫൈനൽ എക്സാംസ്, കോമ്പറ്റേറ്റീവ് എക്സാംസ്, അതിൻ്റെയൊക്കെ പീരീഡ് കഴിയുമ്പോൾ ഉടനെ തന്നെ നമ്മൾ എടുക്കേണ്ട ഒരു ഡെസിഷനാണ് നിങ്ങളുടെ കരിയർ എന്തായിരിക്കും എന്നുള്ളത്. നമ്മുടെ ലൈഫിൻ്റെ മുന്നോട്ടുള്ള ഒരു 30 years അല്ലെങ്കിൽ ഈവൻ മോർ ദാൻ ദാറ്റ് അത് നിശ്ചയിക്കുന്ന ആ ഒരു ഡെസിഷൻ നമ്മൾ ഈ ചെറിയൊരു ടൈം പീരീഡിൽ എടുക്കണം. അത് കുട്ടികളുടെ മേലെ മാത്രമല്ല പേരൻസിൻ്റെ മേലെയും വളരെ പ്രഷർ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇതിലൊരു റൈറ്റ് ഡെസിഷൻ എങ്ങനെ എടുക്കും, ഈ ഒരു ഡെസിഷൻ എടുക്കുമ്പോൾ കുട്ടികളും അതിനോടൊപ്പം തന്നെ പേരൻസും മനസ്സിൽ വെക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിലാദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്, നിങ്ങൾ അക്കാഡമിക്കലി വളരെയധികം നന്നായി പെർഫോം ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയാണെന്ന് വിചാരിക്കുക. ആ ഒരു കാറ്റഗറിയിലാണ് നിങ്ങൾ നിങ്ങളെ തന്നെ വിലയിരുത്തുന്നതെങ്കിൽ നിങ്ങൾക്ക് പൊതുവെ ഒരു ഒപ്പീനിയൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, ഞാൻ ഇന്ന കോഴ്സസാണ് തിരഞ്ഞെടുക്കേണ്ടത്. എൻ്റെ ഒരു കാറ്റഗറിയിൽ മാർക്കുള്ളവരോ അല്ലെങ്കിൽ ആ രീതിയിൽ പെർഫോം ചെയ്തിട്ടുള്ളവരൊക്കെ ആകെ ഈ ഒരു ഏരിയ ആണ് സെലക്ട് ചെയ്യുന്നത്. ഇതിൽ കുറഞ്ഞ് എന്തെങ്കിലും ഞാൻ സെലക്ട് ചെയ്താവുന്നെങ്കിൽ എനിക്ക് ബുദ്ധിയില്ല എന്ന് വിചാരിക്കും, അല്ലെങ്കിൽ എനിക്ക് നല്ല കോഴ്സൊന്നും കിട്ടിയില്ലേ അങ്ങനെയൊക്കെ വിചാരിക്കും. അതുകൊണ്ട് തന്നെ അക്കാഡമിക്കലി നന്നായി പെർഫോം ചെയ്യുന്നവരുടെ ഇടയിൽ കണ്ടുവരുന്നൊരു പ്രശ്നമാണ്, അവരെന്തെങ്കിലും എല്ലാവരും കറക്റ്റ് എന്ന് വിചാരിക്കുന്ന ഒരു കോഴ്സ്, ഇന്ന മാർക്ക് കിട്ടിയ കുട്ടി ഇതായിരിക്കണം പഠിക്കണം എന്ന് എല്ലാവരും വിചാരിക്കുന്ന ഒരു കോഴ്സ് അതെടുത്ത് പഠിക്കുക. നമ്മൾ അക്കാഡമിക്കലി എങ്ങനെയാണ് പെർഫോം ചെയ്തതെന്നോ നമ്മളുടെ ഒരു ഇൻ്റലിജൻസ് ലെവലിനെ നമ്മൾ എങ്ങനെയാണ് വിലയിരുത്തുന്നതോ എന്നുള്ളത് നമ്മുടെ ഫ്യൂച്ചറിൽ നമ്മളുടെ കരിയർ ഡിസിഷനുമായിട്ട് കണക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചെറിയ രീതിയിലുണ്ട്. നിങ്ങൾ വളരെ ടഫായിട്ടുള്ളൊരു കോഴ്സ് എടുക്കാനാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിനായിട്ടുള്ള അക്കാഡമിക് കോമ്പിറ്റൻസ് ഉണ്ടെങ്കിലേ ചിലപ്പോൾ കഴിയുള്ളൂ, അല്ലെങ്കിൽ അത് നിങ്ങൾ കുറച്ച് കഷ്ടപ്പെടും. നിങ്ങൾക്ക് അങ്ങനെ ടഫായൊരു കോഴ്സ് പഠിക്കണോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ ഷുവർ അല്ല, പക്ഷേ എനിക്ക് ഇത്രയൊരു മാർക്കൊക്കെ ഉള്ള സ്ഥിതിക്ക് ഞാനതല്ലേ പഠിക്കേണ്ടത്, അങ്ങനെയാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ നിങ്ങൾ റീതിങ്ക് ചെയ്യണം. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾ സ്കൂളിന് ശേഷം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു കോഴ്സ്, നിങ്ങളുടെ അക്കാഡമിക് പെർഫോമൻസ് അനുസരിച്ച് നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നു അല്ലെങ്കിൽ എനിക്ക് വേണമെന്ന് തോന്നുന്ന ഒരു കോഴ്സ്, ഇതാണ് എൻ്റെ ഈ അക്കാഡമിക് പെർഫോമൻസ് അനുസരിച്ച് എനിക്ക് മാച്ച് ചെയ്യുന്ന കോഴ്സ്, അതെടുത്ത് നിങ്ങൾ 3, 4, 5 കൊല്ലം നിങ്ങൾ പഠിക്കുന്നു. പഠിച്ചതിന് ശേഷം നിങ്ങൾ ജോലിയിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ വരുന്നൊരു ടേമാണ് വർക്ക് ലൈഫ് ബാലൻസ്. വർക്ക് ലൈഫ് ബാലൻസ് എന്നുള്ളത് നമ്മൾ പഠിക്കുമ്പോഴോ സ്കൂളിൽ പഠിക്കുമ്പോഴോ അപ്പോഴൊന്നും വരാത്തൊരു കാര്യമാണ്. നിങ്ങൾ കൃത്യമായിട്ട് ജോലിക്ക് കയറുമ്പോഴാണ് ഈ ഒരു ഇഷ്യൂ വരുന്നത്. വർക്ക് ലൈഫ് ബാലൻസ് എങ്ങനെയാണ് നിങ്ങളുടെ അപ്പോഴത്തെ ജീവിതവും നിങ്ങളുടെ വർക്കും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാം. നിങ്ങൾക്ക് മനസ്സുകൊണ്ട് അത്രയും സിങ്ക് ചെയ്ത് പോകാൻ പറ്റാത്തൊരു പ്രൊഫഷനാണെങ്കിൽ വർക്ക് ലൈഫ് ബാലൻസ് എന്നുള്ളത് ജോലി ചെയ്യുക, അല്ലെങ്കിൽ ഇത്ര സമയം വരെ ജോലി ചെയ്യുക, അത് കഴിഞ്ഞിട്ട് അത് മറന്നിട്ട് വീട്ടിൽ വന്നിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം, അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ നടക്കില്ല. നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിലും അത് കഴിഞ്ഞ് ഒരു 10 കൊല്ലത്തിന് ശേഷമാണെങ്കിലും 20 കൊല്ലത്തിന് ശേഷമാണെങ്കിലും ഞാൻ വേറെ എന്തോ ചെയ്യേണ്ട ഒരാളായിരുന്നു എന്നുള്ളൊരു തോന്നൽ എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ വളരെ ടാക്റ്റിക്കലായിട്ട് എനിക്ക് ഇതായിരിക്കും നല്ലത് എന്ന് ആലോചിച്ചെടുത്തൊരു കോഴ്സ്, അത് എനിക്ക് ലോങ് ടേം പീസ് ഓഫ് മൈൻഡ് തരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കോഴ്സ് പഠിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രത്യേക തരം നിങ്ങൾ ഉദ്ദേശിച്ചൊരു ജോലി കിട്ടിയത് കൊണ്ടോ നിങ്ങൾ ഉദ്ദേശിച്ചൊരു സാലറി കിട്ടിയത് കൊണ്ടോ വലിയൊരു പീസ് ഓഫ് മൈൻഡോ സാറ്റിസ്ഫാക്ഷനോ ലൈഫിൽ ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുക നിങ്ങൾക്ക് ലോങ് ടേം എന്ത് കോഴ്സാണ് അല്ലെങ്കിൽ എന്തൊരു കാര്യമാണ് മടുപ്പില്ലാതെ ചെയ്യാൻ കഴിയുക എന്നുള്ളത്? ഇതിന് നിങ്ങൾ ആദ്യം മെയിനായിട്ട് കരിയർ ചൂസ് ചെയ്യുമ്പോൾ ഉള്ള ഫസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇത് കഴിഞ്ഞിട്ടുള്ള ജോലി എന്തായിരിക്കുമെന്നും അതിനുള്ള സാലറി എന്തായിരിക്കും എന്നുള്ളതാണ് മെയിൻ ക്രൈറ്റീരിയ സാധാരണ ആര് ജോലി സെലക്ട് ചെയ്യുമ്പോഴും. പക്ഷെ നിങ്ങളിത് ആലോചിക്കുകയാണെങ്കിൽ ഏതൊരു പ്രൊഫഷനാണെങ്കിലും അതിൽ നന്നായി പെർഫോം ചെയ്യുന്ന ഒരാളും വളരെ ആവറേജ് ആയിട്ട് പെർഫോം ചെയ്യുന്ന ഒരാളും ഒട്ടും നന്നായി പെർഫോം ചെയ്യാത്ത ഒരാളും ഉണ്ട്. അതിപ്പോൾ ഏതൊരു പ്രൊഫഷനായാലും അങ്ങനത്തെ കാറ്റഗറി ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ചൂസ് ചെയ്യുന്നത് വളരെ റെയർ ആയിട്ടുള്ള എന്തെങ്കിലും ആരും ചെയ്യാത്തൊരു കാര്യമാണെങ്കിലും അതിലും ഒരു ബെസ്റ്റ് പെർഫോമർ ആയിട്ടുള്ള ഒരാളുണ്ടായിരിക്കും. അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള ഒരു കോമ്പൻസേഷൻ ആയിരിക്കും കിട്ടുക. അപ്പോൾ നിങ്ങൾ ഹൈലി സാലറി പേ ചെയ്യുന്ന ഒരു ജോബിന് വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് താല്പര്യമുള്ളൊരു കോഴ്സിൽ നിങ്ങൾ ഏറ്റവും ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യുന്നതിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അതായിരിക്കും നിങ്ങളെ സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു വർക്ക് ലൈഫ് കണ്ടീഷനിലും അതിൽ നിന്ന് നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു ഏർണിങ്ങും ഉണ്ടായിരിക്കും. എന്നാൽ ഈ ഒരു കാറ്റഗറി നിങ്ങളുടെ ലൈഫിൽ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ കയ്യിൽ അബണ്ടൻ്റ് ആയിട്ട് മണി ഉണ്ട്, മണി നിങ്ങൾക്കൊരു കൺസ്ട്രെയിൻറ്റേ അല്ല എന്നാദ്യം ഇമാജിൻ ചെയ്യാം. മണി നിങ്ങൾക്കൊരു കൺസ്ട്രെയിൻറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ ചോദിച്ചാലും നിങ്ങൾക്ക് എന്തും കിട്ടും, നിങ്ങൾക്ക് എന്ത് വേണമെന്ന് വെച്ചാലും എന്തും കിട്ടും, പൈസ കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുന്ന എല്ലാം കിട്ടും എന്നുള്ളൊരു അവസ്ഥയിലാണ് നിങ്ങളെന്ന് വിചാരിച്ചിട്ട്, അങ്ങനെ ഒരു അവസ്ഥയിലാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ആലോചിക്കുക. നിങ്ങൾക്ക് പൈസയ്ക്ക് ഒരു പ്രോബ്ലവും ഇല്ല, അപ്പം ഞാൻ എന്താവും ചെയ്യുക?
ഇങ്ങനെ ആലോചിക്കുക, ഒത്തിരി പൈസ ഉണ്ടെങ്കിൽ ഞാൻ എന്തിനാണ് ജോലി ചെയ്യുന്നത്, വെറുതെ വീട്ടിലിരുന്നാൽ പോരെ എൻ്റർടൈൻമെൻ്റ് ഒക്കെ ആയിട്ട്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക, അങ്ങനെയാണോ ചെയ്യുന്നത്? ഒത്തിരി പൈസ ഉണ്ടെന്ന് വിചാരിച്ച ആൾക്കാർ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണോ ചെയ്യുക? നിങ്ങൾ ഒബ്വിയസ്ലി നിങ്ങൾക്ക് പൈസ എന്നുള്ളതൊരു റെസ്ട്രിക്ഷൻ അല്ലാത്തപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവാം, ആൾക്കാരുടെ ഒരു പെർസ്പെക്റ്റീവ് തന്നെ വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. അവരെപ്പോഴായിരിക്കും അവർക്ക് എന്താണോ വേണ്ടത് അത് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കൊന്നെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കഷ്ടപ്പെട്ട് നിങ്ങൾ ഇഷ്ടമില്ലാത്തൊരു ജോലി ചെയ്ത് അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്തൊരു കോഴ്സ് പഠിച്ച് കുറേ പൈസ ഉണ്ടാക്കി അതിനുശേഷം നിങ്ങൾക്ക് ആലോചിക്കാം, ഓ എനിക്കിപ്പോൾ പൈസയൊക്കെ ഉണ്ട്, ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പം തന്നെ നിങ്ങൾക്ക് പൈസ എന്നുള്ള ഒരു കൺസ്ട്രെയിൻറ്റ് അല്ല എന്നുള്ളത് ഇമാജിൻ ചെയ്തിട്ട് അങ്ങനെ ഒരു അവസ്ഥയിൽ ഞാൻ എന്തായിരിക്കും ചെയ്യാൻ ആഗ്രഹിക്കാം. ആ കാറ്റഗറിയിൽ വരുന്ന കാര്യങ്ങൾ, അതിനെപ്പറ്റിയുള്ളൊരു കോഴ്സാണെങ്കിലോ അല്ലെ അതിനെപ്പറ്റി പഠിക്കാനാണോ നിങ്ങൾ തയ്യാറെടുക്കുന്നതെങ്കിൽ ആ ഒരു ഏരിയയിൽ നിങ്ങളെ സ്റ്റോപ്പ് ചെയ്യാൻ ആർക്കും കഴിയില്ല. കാരണം നിങ്ങൾക്ക് ഒരു റെസ്ട്രിക്ഷനും ഇല്ലെങ്കിലും നിങ്ങളത് ചെയ്യും. നിങ്ങൾക്ക് അത്രയും പാഷനേറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ആൻഡ് അങ്ങനെ ചെയ്യുന്ന ഏതൊരു പ്രൊഫഷൻ ആവട്ടെ, ഏതൊരു പ്രൊഫഷനിലും നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ തിങ്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. ആൻഡ് ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരിക്കും. അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഉദ്ദേശിച്ച പോലത്തെ നിങ്ങളുടെ ഫൈനാൻഷ്യൽ ബെനിഫിറ്റ്സ് അതിനോടൊപ്പം തന്നെ വരും, ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ട് വരും. നിങ്ങൾ ബൈ പ്രോഡക്റ്റിനെ നോക്കിയിട്ട് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യരുത്. നിങ്ങൾ നിങ്ങളുടെ പ്രൊഡക്റ്റിലാണ് ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത്. നിങ്ങൾ ലൈഫ് ലോങ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇന്ന ഒരു ജോലിയാണെങ്കിൽ ഇന്ന ആൾക്ക് ജോലിയൊന്നുമില്ല, ഇത് ചെയ്തതിന് ശേഷം അവർ വെറുതെ ഇരിക്കുകയാണ്, അപ്പോൾ ഈ ഒരു ഏരിയയിൽ സ്കോപ്പില്ല. അങ്ങനെ ആലോചിക്കേണ്ട കാര്യമില്ല. ഏതൊരു ഏരിയ ആണെങ്കിലും അതിൽ ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്ന എല്ലാവർക്കും ജോലിയുണ്ട്. ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്നവരും ഏറ്റവും നന്നായിട്ട് അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവർക്കും എവിടെയും റെക്കഗ്നിഷൻ ഉണ്ട്. എന്നാൽ നിങ്ങൾ സെലക്ട് ചെയ്തത് വളരെ ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു ഏരിയ ആണെങ്കിലും ആ ഏരിയയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സ് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലോ നിങ്ങൾക്കൊരു മടുപ്പ് തോന്നുകയാണെങ്കിലോ നിങ്ങൾ ആ ചെയ്തത് മുഴുവൻ ഒരു വേസ്റ്റായിട്ട് തോന്നും. 5 കൊല്ലം കഴിഞ്ഞതിന് ശേഷമോ 10 കൊല്ലം കഴിഞ്ഞതിന് ശേഷമോ ജീവിതത്തിൻ്റെ ഏതൊരു ഘട്ടത്തിലും അങ്ങനെ തോന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ കോഴ്സ് സെലക്ട് ചെയ്യുമ്പം നിങ്ങൾ ഈ കാരണങ്ങൾ കൊണ്ടാവരുത് കോഴ്സ് സെലക്ട് ചെയ്യുന്നത്. ഒന്നാമത്തേത്, ടു മേക്ക് സംവൺ പ്രൗഡ്. ഇന്ന ആൾ അല്ലെങ്കിൽ ഇന്ന ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ എനിക്ക് ഈ ഒരു കോഴ്സ് കിട്ടി, അവർ പ്രൗഡാണ്, അപ്പോൾ അവരെ പ്രൗഡാക്കാൻ വേണ്ടി നിങ്ങളത് സെലക്ട് ചെയ്യുന്നു. വളരെ തെറ്റായ ഒരു ഐഡിയ ആണത്. നിങ്ങൾ ആരെങ്കിലും അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ പ്രൗഡ് ആക്കുക, അല്ലെങ്കിൽ നിങ്ങളെപ്പറ്റി വിചാരിച്ച് അവർക്ക് അഭിമാനം കൊള്ളുക എന്നുള്ളത് പല രീതിയിലും ആവാം. ആൻഡ് അതൊക്കെ വളരെ ഷോർട്ട് ലിവ്ഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ ഷോർട്ട് ലിവ്ഡ് ആയിട്ടുള്ളൊരു കാര്യത്തിന് നിങ്ങളുടെ ഫ്യൂച്ചർ, നിങ്ങളുടെ കുറേ ഇയേഴ്സ്, വരാൻ പോകുന്ന 10, 20, 30 വർഷം നിങ്ങൾക്ക് ആ ഒരു ഫീലിങ്ങിന് വേണ്ടി കമ്മിറ്റ് ചെയ്യാൻ പറ്റുമോ? രണ്ടാമത്തെ റോങ് റീസൺ ടു സെലക്ട് സംതിങ്. നിങ്ങൾക്ക് നല്ല മാർക്കുണ്ട്, അപ്പോൾ ഈ മാർക്ക് ഉള്ളത് കൊണ്ട് എനിക്കിത് കിട്ടാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ഞാനിത് എടുക്കുന്നു. നമ്മളുടെ 10ാം ക്ലാസ് വരെയോ 12ാം ക്ലാസ് വരെയുള്ള അക്കാഡമിക് പെർഫോമൻസ് നമ്മളുടെ മുന്നോട്ടുള്ള ജോലിയുടെ നമ്മളുടെ കഴിവിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു കാര്യമാണോ എന്ന് ചോദിച്ചാൽ അത് വലിയൊരു ഘടകമല്ല എന്നേ പറയാൻ പറ്റുള്ളൂ. മുന്നോട്ട് നിങ്ങൾ പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സുകൾ പഠിക്കുമ്പോഴോ അതിൽ താല്പര്യമുള്ളവർക്കോ അല്ലെങ്കിൽ അതിനകത്ത് എക്സ്ട്രാ കോൺട്രിബ്യൂട്ട് ചെയ്യാം. നമ്മൾ സ്കൂളിൽ പഠിച്ചതുപോലെ ആവില്ല നിങ്ങൾ കോളേജിലോ അല്ലെങ്കിൽ അതിന് ശേഷമോ പഠിക്കാൻ പോകുന്നത്. ആരും വന്ന് നിങ്ങളെ ചെക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ നിർബന്ധിച്ച് പഠിപ്പിക്കാനോ, പേരൻസ് ആണെങ്കിലും നിങ്ങൾ പല പല കോഴ്സുകൾ പഠിച്ചു പോകുമ്പോൾ അവർക്ക് എല്ലാ കോഴ്സിനെ പറ്റിയും പഠിച്ച് നിങ്ങളെ മോണിറ്റർ ചെയ്യാനൊന്നും കഴിയില്ല. അപ്പോൾ നിങ്ങളുടെ താല്പര്യം ഒന്ന് മാത്രമാണ് നിങ്ങളെ ഡ്രൈവ് ചെയ്യുന്നത്. ഇപ്പോൾ താല്പര്യം ഇല്ലാത്തൊരു ഏരിയയിലേക്കാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങളെ ഡ്രൈവ് ചെയ്യാൻ ഒരു ഫാക്ടറും ഇല്ല. നിങ്ങളെ ഡ്രൈവ് ചെയ്യാനോ പുഷ് ചെയ്യാനോ ആരുമില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി എല്ലാവരും അത് ചെയ്യുന്നു, അതുകൊണ്ട് ഞാനും അത് ചെയ്യുന്നു. എനിക്കിപ്പോൾ ഒരു ഐഡിയ ഇല്ല എനിക്ക് എന്താണ് ചെയ്യേണ്ടത്, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട്, എല്ലാവരും ഇപ്പോൾ തൽക്കാലം ഇത് ചെയ്യുന്നു, തൽക്കാലം ഇപ്പോൾ ഞാനും ഇത് ചെയ്യാം, പിന്നെ എപ്പോഴെങ്കിലും മാറി ചിന്തിക്കുകയാണെങ്കിൽ ചെയ്യാം. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തെറ്റൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ ലൈഫിൻ്റെ എല്ലാ ഘട്ടത്തിലും നമുക്ക് എന്താണ് വേണ്ടത് എന്ന് അറിഞ്ഞിരിക്കണം എന്നുള്ളത് നിർബന്ധമൊന്നും അല്ലല്ലോ. എല്ലാവർക്കും എപ്പോഴും അറിയാൻ പറ്റുമോ എനിക്ക് 10 കൊല്ലം കഴിഞ്ഞാൽ എന്ത് വേണം, 15 കൊല്ലം കഴിഞ്ഞാൽ എന്ത് വേണം? അത് വളരെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു എക്സ്പെക്റ്റേഷനാണ്. ഇങ്ങനെ ഒരു കേസിലാണ് നിങ്ങളെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ എന്താണെന്നെങ്കിലും നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തെടുക്കണം. ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാന്ന് പറയുമ്പോൾ നിങ്ങളത് കോൺഷ്യസ്ലി അത് എഴുതി മനസ്സിലാക്കി അല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ റീസണിങ് ചെയ്യണം. എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു കോഴ്സ് ചെയ്യേണ്ട എന്ന് ആഗ്രഹിക്കുന്നത്? ഇന്ന കാര്യങ്ങൾ എനിക്ക് വേണ്ട, ഇന്ന കാര്യങ്ങൾ കുഴപ്പമില്ല. ആ ഒരു രീതിയിലെങ്കിലും നിങ്ങൾ ആലോചിക്കണം. നിങ്ങൾ കോൺഷ്യസ് ആയിട്ടൊരു എഫേർട്ട് എടുക്കണം. അല്ലാതെ ആരെങ്കിലും പറഞ്ഞത് കേട്ടിട്ടോ അല്ലെങ്കിൽ എല്ലാവരും ഇത് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടോ നിങ്ങൾ ആ ഒരു ഏരിയയിലേക്ക് പോകണമെന്ന് നിർബന്ധമില്ല. ഇനി ഈ ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളുള്ള പേരൻസ് അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം,
ഇപ്പോഴത്തെ ജനറേഷൻ കുറച്ചും കൂടി ഇമോഷണലി സെൻസിറ്റീവ് ആണെന്നും അവർ പണ്ടത്തെ പോലെ ആൾക്കാർ ടോളറേറ്റ് ചെയ്യുന്ന എല്ലാ പെയിനും ടോളറേറ്റ് ചെയ്യില്ല എന്നുള്ളതും എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അത് അതൊരു നെഗറ്റീവ് ട്രൈറ്റ് ആയിട്ടാണ് സ്പ്രെഡ് ചെയ്തിട്ടുള്ളത്. അതായത് ഇവർക്ക് ഒട്ടും ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല, നമ്മളുടെ കാലത്തായിരുന്നെങ്കിൽ നമ്മൾ ഇന്ന കാര്യങ്ങൾ ടോളറേറ്റ് ചെയ്തിരുന്നു, ഇവർക്ക് ഇത്രയും പോലും പറ്റില്ലേ അല്ലേ? പക്ഷെ ആലോചിക്കുകയാണെങ്കിൽ ഓരോ ജനറേഷനും കൂടുതൽ ഇമോഷണലി ഇൻ്റലിജൻ്റ് ആണ്. അവർ ഇമോഷണലി സെൻസിറ്റീവ് ആവുന്നത് അവർക്ക് തെറ്റെന്ന് തോന്നുന്ന കുറേ കാര്യങ്ങൾ അവർക്ക് ടോളറേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. കാരണം അവർ അതിനോട് സെൻസിറ്റീവ് ആണ്. ചിലപ്പോൾ നിങ്ങളുടെ സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. നിങ്ങൾ ടോളറേറ്റ് ചെയ്ത പല പെയിനും നിങ്ങൾക്ക് ടോളറേറ്റ് ചെയ്യുക എന്നുള്ളതല്ലാതെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ ജനറേഷൻ, ഇനി വരാൻ പോകുന്ന ജനറേഷൻ ആണെങ്കിലും അവരുടെ ഇമോഷണൽ ടോളറൻസ് ശരിയാണ് കുറവാണ്. അവർക്ക് തെറ്റെന്ന് തോന്നുന്നതോ അവർക്ക് ശരിയല്ല, അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ല എന്ന് തോന്നുന്ന ഒരു കാര്യം അവർക്ക് എത്ര നിർബന്ധിച്ചാലും ഷോർട്ട് ടേം ആയിട്ട് അത് അക്സെപ്റ്റ് ചെയ്യാമെങ്കിലും ലോങ് ടേം ആയിട്ട് അവർക്ക് ഒരിക്കലും അതിനോട് കമ്മിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അച്ചു നിൽക്കാനോ അങ്ങനെയുള്ളൊരു മെൻറ്റാലിറ്റി അല്ല അവരുടേത്. അപ്പം പാരൻസ് എന്ന നിലയിൽ നിങ്ങളുടെ കുട്ടികളെ മാക്സിമം അവർക്ക് താല്പര്യമില്ലാത്തൊരു കോഴ്സ് അത് ഹൈലി പേയ്ഡ് ആണെന്നുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ അതിൽ ഇന്ന ബെനിഫിറ്റ്സ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇന്ന കുട്ടികൾ അതിന് പോകുന്നുള്ളൂ എന്നുള്ള കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് അവരെ പുഷ് ചെയ്യാതിരിക്കുക. കാരണം അവർ അതിനുവേണ്ടി താൽക്കാലികമായിട്ട് കമ്മിറ്റ് ചെയ്താലും അവർക്ക് ലോങ് ടേം അതിൽ കമ്മിറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് തന്നെയായിരിക്കും ഒരു കുറ്റബോധം, ഞാൻ ഇന്നയാളെ പുഷ് ചെയ്ത് ഇതിന് വിട്ടല്ലോ, പണ്ടേ എനിക്ക് അറിയാമായിരുന്നു ഇന്നയാൾക്ക് ഇന്ന കാര്യങ്ങളോടാണ് താല്പര്യം. അതുകൊണ്ട് പേരൻസ് എന്ന നിലയിൽ നിങ്ങൾ കുട്ടികളെ ആ ഒരു ഏരിയയിൽ പുഷ് ചെയ്യാതിരിക്കാനും ശ്രമിക്കുക. അപ്പോൾ സമ്മറൈസ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ സ്കൂളിന് ശേഷമുള്ള നിങ്ങളുടെ കരിയർ ഡെസിഷൻ എടുക്കുമ്പോൾ അത് കുറച്ച് ലോങ് ടേം ആയിട്ടുള്ളൊരു ഡെസിഷൻ ആണെന്ന് ശരിയാണ്, നിങ്ങൾക്ക് ചെറിയൊരു സമയം മാത്രമേ കിട്ടുന്നുള്ളത് ചിന്തിക്കാൻ. അപ്പോൾ നിങ്ങൾ വളരെ പക്വതയോടുകൂടിയും വളരെ ആലോചിച്ചും ഈ ഒരു ഡെസിഷൻ എടുക്കുക. ഇതൊരു പിയർ പ്രഷർ കൊണ്ടോ നിങ്ങളുടെ ഒരു അക്കാഡമിക് പെർഫോമൻസിൻ്റെ റിസൾട്ട് കൊണ്ടോ ആവരുത്. നിങ്ങൾക്ക് ശരിക്കും താല്പര്യമുള്ളൊരു ഏരിയയിൽ തന്നെ നിങ്ങൾ തുടർന്ന് പഠിക്കാൻ ശ്രമിക്കുക. അതായിരിക്കും നിങ്ങൾക്ക് ലോങ് ടേം ഹാപ്പിനെസ് തരുന്നത്. അതുപോലെ തന്നെ പേരൻസ് നിങ്ങളുടെ കുട്ടികളെ അവർക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് പുഷ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. അതാണ് ഇന്നത്തെ ഫുഡ് ഫോർ തോട്ട്.